എല്ലാവർക്കും നമ്മുടെ പുതിയൊരുടലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയേക്കാണ്. നമ്മൾ ലംബോർഗിനി എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മളിത് ഇന്ന് നമ്മളൊരു പുതിയൊരു ഇന്ത്യൻ കാർ കൊണ്ടുവരുന്നുണ്ട്. സീന് സാധനമാണ്. അത് നമ്മളായിട്ട് കൊണ്ടുവരുന്ന ഷിപ്മെൻ്റ് തന്നെയാണ്. നമ്മൾ വേറെ ഹൈജാക്ക് ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ നമുക്കിനി നേരെ അതെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളെ ലംബോർഗിനിയുടെ കളറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ലെസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞത്, ലെസ്റ്റർ നമ്മളെ ഷിപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ലെസ്റ്ററിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ലെസ്റ്റർ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷിപ്മെൻറ്റ് ആരോ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലെസ്റ്റർ ഒന്ന് ജസ്റ്റ് ഹാക്കൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ഷിപ്മെൻറ്റ് ആരോ ഹൈജാക്ക് ചെയ്തെന്നാണ് പറഞ്ഞപ്പം നമുക്കെന്തായാലും നേരെ പോകേണ്ടത് നമ്മുടെ ബീച്ച് സൈഡിലോട്ടാണ്. അവിടെയാണ് നമ്മുടെ ഷിപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. അതായത് നമ്മൾ ബീച്ച് സൈഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആരോ ഹൈജാക്കാരൊക്കെ ചെയ്തത്. അവരുടെ വണ്ടികൾ അവരുടെ വണ്ടി അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇതേ ഒരു മോൺസ്റ്റർ ട്രക്ക് അവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇത് നമ്മൾ ട്രക്ക് എന്തൊക്കെയോ കളിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് നമ്മുടെ ഷിപ്പിനുള്ള ഒരു ബോട്ട്, ഇത് ബ്ലാക്ക് ബോട്ട്, ഇത് നമ്മളതാണ്. ഇത് അവരുടെ ബോട്ടാണ്. ഇത് പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു വണ്ടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു പോലീസ് കേസിലൊക്കെ ഉള്ളതാണ്. നമ്മൾ ജയിലിലൊക്കെ പോയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി സാധാരണ ഒരാളെ നമുക്ക് നേരെ പോയി പോലീസിന് പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമുക്കിനി ചെയ്യാനുള്ളൂ. അപ്പോൾ എന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് കുറച്ച് നമ്മൾ ഡോറിന് ചെറിയ പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ കയറിപ്പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പോയി പറയാം. ഇവിടെ 2 ഗാർഡ്സ് ഇരുന്നുണ്ട്. ഇവരോട് ചോദിച്ചു നോക്കാം. ഇത് നമ്മളിത് ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിക്കോട്ടെ, അവരകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിത് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസുകാരെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ, ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ നോക്കട്ടെ. എന്നിട്ട് അവർ ആ വണ്ടി നമുക്ക് എടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് പൊക്കോന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ഡോറും ശരിയാക്കണം വണ്ടിയുടെ. നമ്മുടെ വീടിവിടെ അടുത്ത് തന്നെയാണ്. അതേ കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. നമ്മളെ വണ്ടികളൊന്നും ഇവിടെ ഇല്ല. കാരണം നമ്മളെ ലെസ്റ്റർ നമ്മളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളെ ലെസ്റ്റർ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഹൈജാക്ക് ചെയ്തെന്ന്. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ നമ്മളെ വർക്കേഴ്സിനോട് പറഞ്ഞിട്ട് നമ്മളെ വണ്ടികളൊക്കെ നമ്മളെ ലെസ്റ്ററിൻ്റെ ഗ്യാരേജിലോട്ട് മാറ്റാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പിന്നെയും കുറച്ച് സേഫാണ്. നമ്മളിവിടെ ഗാർഡ്സൊന്നും ഇല്ല. അപ്പോൾ നമുക്കെന്തായാലും നേരെ രാത്രിയാവുന്നേരം വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് രാത്രി ആയിട്ടാണ് നമ്മളിത് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഡ്രസ്സ് മാറാണ്ട് നമുക്ക് ഇവിടെ നേരെ ഡ്രസ്സ് മാറിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. ഇത് നമ്മളിത് ഡ്രസ്സൊക്കെ മാറി ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. വണ്ടി കയറിയിട്ടുണ്ട്. നേരെ കുറച്ചെടുക്കാം. ഡോറിനി ശരിയാക്കിയിട്ടില്ല. നമ്മൾ വർക്കേഴ്സിനോട് പറയാൻ മറന്നുപോയി. നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ. പോലീസ് സ്റ്റേഷനിൽ എവിടെയാണ്, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിത് നേരത്തെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറാം. ഇവിടെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അവരിവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാം. അപ്പോൾ
നമുക്കൊന്ന് ഇവിടെ കയറി അവരോട് ജസ്റ്റ് സംസാരിക്കാം ഗൈസ്. നമ്മുടെ വണ്ടി നമ്മളിവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി അവരോട് സംസാരിക്കാം ഗൈസ്. അത് രാത്രിയായി. അപ്പം നമുക്ക് എന്തായാലും നേരെ ഇവിടെ കയറി സംസാരിക്കാം ഗൈസ്. ഇത് നമ്മളിത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വണ്ടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ ഇപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളത് ഈ ഒരു ലംബോർഗിനി നമ്മളിവിടെ ഇടുകയാണ്. നമ്മൾ താറെടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കാൻ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും നേരെ ഈ ഒരു വണ്ടി നമ്മളെ വീട്ടിൽ തന്നെ ഇടാം ഗൈസ്. കാരണം അവരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു കുഴപ്പമില്ല. നമുക്ക് നാളെ തന്നെ വർക്കേഴ്സിനോട് വിളിച്ച് പറയാം ലിസ്റ്ററിൻ്റെ ഗ്യാരേജിൽ നിന്ന് നമ്മളെ വണ്ടികളൊക്കെ കൊണ്ടുവരാൻ. അപ്പോൾ നമുക്കെന്തായാലും നേരെ വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടിടാം ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നമ്മളെ വണ്ടി ഇവിടെ ഇടാം ഗൈസ്. സെറ്റ് വണ്ടിയാണ് ഇവിടെ ഇടാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്.